അപ്പോൾ നമ്മുടെ ക്ലാസ് ഭരണഘടന വഴിയും വഴികാട്ടിയും അതിൽ ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാനേ ഉള്ളൂ കേട്ടോ. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്ന സംവിധാനം, അതാണ് നമ്മുടെ പാർലമെന്ററി ജനാധിപത്യം എന്ന് പറയുന്നത്. പിന്നെ രാഷ്ട്രത്തിന്റെ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നത് എന്നറിയപ്പെടുന്നത്. രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും എവിടെ നിന്നാണ് വരുന്നത്? ജനങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് പറയുന്നത് ജനങ്ങളുടെ പരമാധികാരമാണ്. അതായത് ജനങ്ങൾക്കാണ് എന്ത്? സോവറേനിറ്റി അല്ലെങ്കിൽ പരമാധികാരം എന്ന് പറയുന്നത്. അതാണല്ലോ ജനാധിപത്യം അല്ലേ? കാരണം ഇവിടെ എന്തല്ല, രാജാവിനോ അല്ലെങ്കിൽ ഒരു ആധിപത്യ ശക്തിക്കോ അല്ല എന്ത് പരമാധികാരം, ജനങ്ങൾക്കാണ്. കാരണം ജനങ്ങളാണ് എന്ത് ചെയ്യുന്നത്? തങ്ങളെ ആരാണ് ഭരിക്കേണ്ടത് എന്ന് തിരഞ്ഞെടുക്കുന്നത് അല്ലേ? അതുകൊണ്ട് ഇവിടെ ജനങ്ങൾക്ക് ഭയങ്കര അധികാരമാണ് അല്ലേ? പിന്നെ ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അതായത് രാഷ്ട്രം ഓരോ വ്യക്തിക്കും എന്തുണ്ട്? ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരവകാശമല്ല, ഒരുപാട് അവകാശങ്ങളുണ്ട്. ആ അവകാശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ. അപ്പൊ നമുക്ക് വെറും അവകാശങ്ങൾ മാത്രം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് അവകാശമുണ്ട്, ഞാൻ അവനെ പോയി ഒന്ന് അടിക്കട്ടെ, എനിക്ക് അവനെ അടിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലേ. ഇപ്പൊ നമ്മളെ മക്കളെ പോലെ അടിക്കാനുള്ള അവകാശം നമുക്കില്ല. കാരണം മക്കളെ അടിച്ചാൽ കൊണ്ടുപോകും, പിടിച്ചങ്ങ് കൊണ്ടുപോകും ചൈൽഡ് വെൽഫെയർ. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പോൾ അമ്മമാർക്ക് മക്കളെ അടിക്കാൻ പറ്റില്ല, ടീച്ചേഴ്സിന് കുട്ടികളെ അടിക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുക കേട്ടോ എല്ലാവരുടെ അടുത്തും. ഇതിൽ അമ്മമാരും അച്ഛന്മാരൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോട്ടോ. നിങ്ങൾ കുട്ടികളാണെങ്കിൽ നിങ്ങളിത് കേൾക്കണ്ട. കാരണം അച്ഛനും അമ്മമാർക്ക് മക്കളെ അടിക്കാനുള്ള അധികാരമൊക്കെ ഉണ്ട്. അപ്പം എന്താണ്? അപ്പം നമ്മൾ എന്ത് പറഞ്ഞു? നമുക്ക് അവകാശങ്ങൾ മാത്രമല്ലല്ലോ, എന്തുകൂടിയുണ്ട്? കടമകൾ കൂടിയുണ്ട്. അതായത് ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതും കൂടി നമ്മൾ കണക്കിലെടുക്കണം. അതാണ് എന്ത്? മൗലിക കടമകൾ എന്ന് പറയുന്നത്. പിന്നെ സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശത്തെയാണ് എന്ത് പറയുന്നത്? നിർദ്ദേശക തത്വങ്ങൾ. ഓക്കെ. അതേപോലെ തന്നെ എല്ലാ പൗരന്മാരും നിയമത്തിന് വിധേയരാണെന്നും ആരും നിയമത്തിന് അതീതരല്ലെന്നും അറിയപ്പെടുന്നതാണ് നിയമവാഴ്ച. അതായത് നമ്മൾ പറയുന്നത് എന്താണ്? ഈ ലോകത്ത് ആരൊക്കെ ഉണ്ടോ, ഈ രാജ്യത്ത് ആരൊക്കെ ഉണ്ടോ അവരൊക്കെ എന്താണ്? നിയമത്തിന് വിധേയരാണ്. അവരാരും എന്തല്ല? നിയമത്തിനും അതീതരല്ല. കാരണം അവരെല്ലാവരും എന്ത് ചെയ്യണം? നിയമം പാലിക്കണം. ഒരാളെ കൊന്നാൽ അതാരായാലും, ഏത് രാജാവിൻ്റെ മോനായാലും എന്ത് ചെയ്യണം? അവൻ ശിക്ഷ അനുഭവിക്കണം. അതുകൊണ്ട് ഇവിടെ ഒരുപാട് പേര് ശിക്ഷ അനുഭവിക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾ കാണുന്നില്ലേ? ഒരുപാട് പേര് ഇവിടെ ശിക്ഷ അനുഭവിക്കുന്നില്ലേ? എന്തായാലും ഭരണഘടനയിൽ ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലേ? ഇതാ ഓരോരുത്തരായിട്ട് ലെഫ്റ്റ് അടിച്ച് പോകുന്നു. എന്നാൽ ഞാനും പോകും ലെഫ്റ്റ് അടിച്ചിട്ട്. ലെഫ്റ്റ് അടിച്ച് പോവരുത്. നീ എൻ്റെ ക്ലാസ് ബോറായിട്ടാണോ എല്ലാവരും ലെഫ്റ്റ് അടിച്ച് പോകുന്നത്? എല്ലാവരും ഉറങ്ങിയോ? അതാണ് കാരണം നമ്മൾ ഇവിടെ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എങ്ങനാ? എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്, ആരും നിയമത്തിൽ അതീതരല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എത്രത്തോളം സത്യമാണെന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കണം. പിന്നെ എന്താണ് പറയുന്നത്? നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. അതുപോലെ തന്നെ നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട ഒരു കോടതി സംവിധാനം നമുക്കുണ്ട്. അതാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ളൊരു നീതിന്യായ വ്യവസ്ഥ നമുക്കുണ്ട്. അതാണ് നമ്മുടെ കോടതി സംവിധാനം എന്ന് പറയുന്നത്. പിന്നെ അധികാരം നമ്മൾ ചെയ്യുന്നത് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിച്ച് കൊടുത്തിരിക്കുകയാണ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫെഡറലിസം. പിന്നെ സംസ്ഥാനങ്ങൾക്കായിട്ട് നമ്മളിപ്പോൾ പറയുന്ന സമയത്ത് നമ്മൾ പറയും എന്ത്? ഞാൻ കേരളീയനാണ്. ഇപ്പൊ പുറത്തു പോയാൽ നമ്മൾ പറയല്ലോ ഞാൻ കേരളത്തിലാണ് എന്നുള്ളത്. പക്ഷേ നമുക്ക് പൗരത്വം എന്ന് പറയുന്നത് ഇന്ത്യൻ എന്ന് പറയുന്ന പൗരത്വം മാത്രമേ ഉള്ളൂ. പക്ഷെ കേരളീയൻ
എന്ന് പറയുന്നൊരു പൗരത്വം നമുക്കില്ല. ഉണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ തമിഴ്നാട്ടിൽ ജനിക്കുന്ന ആൾക്കാർക്ക് തമിഴൻ എന്ന് പറയുന്ന ഒരു എന്തില്ല, പൗരത്വം, അങ്ങനെ ഒരു പൗരത്വം ഇവിടെ ഇല്ല. എന്ത് പൗരത്വേ ഉള്ളൂ? ഒരു ഏക പൗരത്വേ ഉള്ളൂ, അതായത് ഇന്ത്യൻ. അതാണ് നമ്മുടെ നാഷണാലിറ്റി തെളിയിക്കുന്ന, നാഷണാലിറ്റി പറയുന്ന പൗരത്വം മാത്രമേ നമുക്കുള്ളൂ കേട്ടോ, ഏക പൗരത്വം. അപ്പം ഇതൊക്കെ പഠിക്കണം, കാരണം ഇതൊക്കെ നമുക്ക് എന്തിൽ പ്രതീക്ഷിക്കാം? നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ പ്രതീക്ഷിക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. നമ്മുടെ LGSനൊക്കെ സിലബസ്, LGS എക്സാമിനൊക്കെ സിലബസ് പ്രകാരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാണിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ ഇത്, ഭരണഘടന വഴിയും വഴികാട്ടിയും. അപ്പം ഇതുവരെ ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണെങ്കിൽ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയതാണ്, വലിയ സ്ട്രെസ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പം ഇതുവരെ ഓക്കെ ആണെങ്കിൽ ഞാൻ ഇപ്പം ഇതിൽ അറിയാൻ മാത്രമൊന്നുമില്ല, എന്നാലും ഞാൻ പറയട്ടെ. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളെ എന്താ പറയുന്നേ? ടൈപ്പ് ചെയ്തേ. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങൾ. യെസ്, മൗലിക അവകാശം. അതേപോലെ തന്നെ കടമകളെ, അതല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളെ നമ്മൾ എന്താ പറയുന്നത്? അതായത് ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, അത് മൗലിക അവകാശം. മറ്റേത് മൗലിക കടമകൾ. ഓക്കെ. പിന്നെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം, അതിനെന്താ പറയുന്നത്? ഭയങ്കര പാടാല്ലേ ടൈപ്പ് ചെയ്യാൻ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. പിന്നെ അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിക്കപ്പെടുന്ന സംവിധാനത്തെ നമ്മൾ എന്തു പറയുന്നു? യെസ്, ഫെഡറലിസം. വെരി ഗുഡ്. പിന്നെ അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്കായിട്ട് എന്തില്ല? ഒരു പ്രത്യേക പൗരത്വം ഇല്ല. പക്ഷെ രാജ്യത്തേക്കുള്ള ഒറ്റ പൗരത്വത്തിനെ നമ്മൾ എന്തു പറയും? യെസ്, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ അല്ലേ? ഇത്രയൊക്കെ ഉള്ളൂടോ പഠിക്കാൻ. PSC സിമ്പിൾ അല്ലേ? നമുക്ക് SCRT പഠിച്ചാൽ തന്നെ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പം അടുത്തത് പോക്സോ ആക്ട്. കേട്ടിട്ടുണ്ടോ പോക്സോ ആക്ട്? ഞാൻ നിങ്ങളെ കാണില്ല. പോക്സോ ആക്ട് എന്ന് പറഞ്ഞാൽ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് എന്ത്? പോക്സോ ആക്ട്. ഇത് വന്നത് എൻ്റെ കൂടെ തന്നെ ഉണ്ട്, 2012. പോക്സോ ആക്ട് 2012 എന്നാണ് പറയുക. അപ്പം അത് മനസ്സിലവിടെ വെച്ചേക്കാം. അപ്പം പോക്സോ ആണ്, പോസ്കോ അല്ല കേട്ടോ. അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കുട്ടികളെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ കേൾക്കും, പോക്സോ ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്തു, പോക്സോ ആക്ട് പ്രകാരം ഇന്നാളെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികളുടെ ഇടയിൽ അതുകൊണ്ടാണ് നമ്മൾ കുട്ടികൾക്ക് ബാഡ് ടച്ച്, ഗുഡ് ടച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത്. കാരണം കുട്ടികൾക്ക് അറിയില്ല അതൊന്നും. അപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരുപാട് കുട്ടികൾക്ക് ഈ ബാഡ് ടച്ചും ഗുഡ് ടച്ചൊക്കെ പഠിപ്പിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് അറിയുണ്ടാവും. പക്ഷേ പണ്ട് കാലത്തുള്ള മക്കൾക്കൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് ഒരുപാട് കുട്ടികൾ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾക്കൊക്കെ ഇരയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2012 റീസെൻ്റ്ലി, അതായത് 2000 കഴിഞ്ഞ് ഇങ്ങോട്ടേക്കുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു നിയമം വന്നേക്കുന്നത്, പോക്സോ ആക്ട് എന്ന് പറയുന്ന നിയമം വന്നേക്കുന്നത്. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ കുട്ടികൾക്ക് സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. എങ്ങനെ ജീവിക്കാൻ? ഭയമില്ലാതെ സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട് അല്ലേ? നമ്മളെല്ലാവരും കുട്ടികളായിട്ടാണ് മുതിർന്നവരായത്. അപ്പം നമ്മൾ ആ ഒരു കാലം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെ ആരെങ്കിലും ഇതേപോലെ എന്തെങ്കിലും ലൈംഗികമായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ ഒരു ട്രോമ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ മുന്നോട്ട് ജീവിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സൊസൈറ്റിയെ. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ കുട്ടിക്കും എന്തിനുള്ള അവകാശമുണ്ട്? ഭയരഹിതമായിട്ട് സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പാക്കുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിന് ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. അതായത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പാക്കുന്ന അവകാശങ്ങളിൽ ലിംഗഭേദം, അതായത് ഇപ്പം നമ്മൾ പറയുന്നില്ല എന്ത് പെൺകുട്ടികൾ, അങ്ങനെ പറയുന്നില്ല, ആൺകുട്ടികളും ഇതുപോലുള്ള ചൂഷണങ്ങൾക്ക് ഇരയാവുന്നുണ്ട്. അപ്പം ലിംഗഭേദങ്ങളൊന്നും പറഞ്ഞില്ല, ആയിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഇവരെയൊക്കെ എന്ത് ചെയ്യാന്ന് ഭരണഘടന ഉറപ്പാക്കുന്ന അവകാശങ്ങൾ വെച്ചിട്ട്
ബാലസൗഹൃദ നടപടികൾ, അതായത് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. തെറ്റിപ്പോരുത്, പോക്സോ ആണ്, പോസ്കോ അല്ല. പിന്നെ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്ന കുട്ടികൾക്ക് നിയമസംരക്ഷണവും നീതിയും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ പാർലമെന്റ്, ശ്രദ്ധിച്ചോ ഇത് ഒരുപാട് വരുന്നുണ്ട്, ഇന്ത്യൻ പാർലമെന്റ് 2012 പാസ്സാക്കിയ നിയമമാണ് നമ്മുടെ പോക്സോ ആക്ട്. ഓക്കെ അല്ലേ? ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഓക്കെ ആണല്ലോ അല്ലേ? നമ്മുടെ കുട്ടികളാണ്, നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ജീവിക്കണം അല്ലേ? സമൂഹത്തിൽ അവർ പാറിപ്പറന്ന് നടക്കണം അവർക്ക്. അപ്പോൾ എന്ത് ചെയ്യണം? അവരാരെയും പേടിക്കാതെ സന്തോഷത്തോടെ അവർക്ക് പൂമ്പാറ്റകളെ പോലെ ചിറക് വിരിച്ച് അവർക്ക് പറക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കാമക്കണ്ണും കഴുകൻ കണ്ണൊന്നും പാടില്ല. അപ്പോൾ അതിന് തടയിടാൻ വേണ്ടിയിട്ടാണ് 2012 പോക്സോ ആക്ട് നിലവിൽ വന്നത്. 2012 പോക്സോ ആക്ട് പാസ്സാക്കിയത് ആരാണ്? പാർലമെന്റ് ആണ് കേട്ടോ. ഇനി പോക്സോ ആക്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ഫുൾ ഫോം ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്, അതാണ് പോക്സോ. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. ഒന്ന് അടിച്ച് ടൈപ്പ് ചെയ്തേ. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. ടൈപ്പ് ചെയ്യുന്നുണ്ടോ? ടൈപ്പ് ചെയ്തിട്ടെ കേട്ടോ. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. ആരും ടൈപ്പ് ചെയ്യുന്നില്ലേ? അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്ന തിരക്ക്. അതെ, പ്രൊട്ടക്ഷൻ ഓഫ്, വെരി ഗുഡ് ജിഷ്ണു. ദിനി, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് ആണ് പോക്സോ കേട്ടോ. ഫസ്റ്റ് പ്രൊട്ടക്ഷൻ വരും, പിന്നെ ചിൽഡ്രൻ വരും, പിന്നെ സെക്ഷൽ ഒഫൻസ് വരും. ഇതാണ് പോക്സോ ആക്ട് 2012. പിന്നെ സോറി, പോക്സോ എന്നുള്ളത് ബോക്സോ എന്നായിപ്പോയി, ക്ഷമിക്കണേ. പോക്സോ നിയമപ്രകാരം 18 വയസ്സ്, നമുക്കറിയാം, നമ്മൾ പറയുമ്പോൾ പ്രായപൂർത്തിയായി എന്ന് നമ്മൾ പറയുന്നത് 18 വയസ്സാകുമ്പോഴാണ് അല്ലേ? ഈ 18 വയസ്സിൽ താഴെ പ്രായമുള്ളവരെയാണ് കുട്ടികളായിട്ട് പരിഗണിക്കുന്നത്. പോക്സോ നിയമപ്രകാരം 18 വയസ്സ് നമ്മൾ ഓർത്തു വെക്കാൻ വലിയ പാടൊന്നുമില്ല. കാരണം 18 വയസ്സായാലും നമ്മൾ പറയാം എനിക്ക് പ്രായപൂർത്തിയായി എന്ന് പറയും അല്ലേ? ഓരോരുത്തരൊക്കെ 18 വയസ്സാവാൻ കാത്തു നിൽക്കും കല്യാണം കഴിക്കാൻ. അപ്പോൾ എന്താണ്? 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ നമ്മൾ എന്തു പറയുന്നു? പോക്സോ അല്ല, കുട്ടികളായിട്ടാണ് പരിഗണിക്കുന്നത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ, പ്രായമുള്ള ആളുകളെ നമ്മൾ കുട്ടികൾ എന്നാണ് അവരെ പറയല്ലേ, കുട്ടികളായിട്ടാണ് പരിഗണിക്കുന്നത്. പിന്നെ ഈ പോക്സോ നിയമത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തില്ല, ആണെന്നോ പെണ്ണെന്നോ ഒന്നുമില്ല. അതിൽ പോക്സോ 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടി എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടി എന്നും പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞത്? 18 വയസ്സിൽ താഴെയുള്ള കുട്ടി, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഈ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എപ്പോഴാണ്? 2012 ജൂൺ 19 ഈ പോക്സോ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2012 ജൂൺ 19 ഇനി പോക്സോ ശ്രദ്ധിക്കണം, 2012 നമ്മൾ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയെന്ന് പറഞ്ഞു. ഇനി രാഷ്ട്രപതി അംഗീകരിച്ചത് 2012 ജൂൺ 19 പോക്സോ നിയമം നിലവിൽ വരുന്ന എപ്പോഴാണെന്നറിയോ? നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു വർഷമാണ്, ഒരു മാസവും ദിവസവുമാണ്. 2012 നമ്മുടെ ശിശുദിനത്തിൻ്റെ അന്ന് കേട്ടോ. ഇപ്പോൾ കുട്ടികളുടെ ഈ ഒരു നിയമം വന്നത് എപ്പോഴാണ്? കുട്ടികളുടെ ദിവസമായിട്ടുള്ള നവംബർ 14 കേട്ടോ. മറക്കരുത് കേട്ടോ, ആരും മറക്കരുത്. 2012 നവംബർ 14 നമ്മുടെ കുട്ടികളുടെ ദിവസമാണ്. അന്ന് തന്നെയാണ് നമ്മുടെ പോക്സോ നിയമം നിലവിൽ വരുന്നത്. ഇനി ഈ ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനെ, അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ പോലീസിന്. നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലം ചിലപ്പോൾ ലോക്കൽ പോലീസ് ആയിരിക്കും. അപ്പോൾ ലോക്കൽ പോലീസിനെ അറിയിക്കാം, അതല്ലെങ്കിൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിലേക്ക് അറിയിക്കാം. ലൈംഗിക അതിക്രമണ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോക്സോ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? ലൈംഗിക അതിക്രമണ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോക്സോ നിയമത്തിലെ 19ാം വകുപ്പ് പ്രകാരമാണ് കേട്ടോ. 19ാം വകുപ്പ് പ്രകാരമാണ് ഈ ഒരു
പോക്സോ ആക്ട് എന്ന് പറയുന്നത് ആ ഒരു അതിക്രമണ കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് അയ്യോ എന്തായി പോയി, ഒരു മിനിറ്റ്. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അറിയപ്പെടുന്നത് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ്. അപ്പം നമ്മൾ എന്തുണ്ടെങ്കിലും നമ്മളിങ്ങനെ കേൾക്കുമല്ലോ, ചൈൽഡ് വെൽഫെയർ ഓഫീസർമാർ വന്നു, ചൈൽഡ് ലൈൻ പ്രവർത്തകർ വന്നു എന്നൊക്കെ നമ്മളിങ്ങനെ കേൾക്കും വാർത്തയിലൊക്കെ, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ. അപ്പോൾ പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അറിയപ്പെടുന്നത് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ് കേട്ടോ. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ ഏത് വകുപ്പ് പ്രകാരമാണ്? അല്ലേ, ഒരു മിനിറ്റ്, ഇതൊക്കെ ഞാൻ വൈകുന്നേരം ഇരുന്നുണ്ടാക്കിയ PPT ആയതുകൊണ്ട് ഓക്കെ. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ ഏത് വകുപ്പ് പ്രകാരമാണ് പോക്സോ നിരീക്ഷണ സംവിധാനം, അതായത് പോക്സോ മോണിറ്ററിംഗ് സെല്ല് കൊണ്ടുവന്നത്? ഒരു പോക്സോ നിരീക്ഷണ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട് ആര്? നമ്മുടെ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. അത് 44-ാം വകുപ്പ് പ്രകാരമാണ്. ഇനി പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിക്ക് ഈ നിയമം കഠിന ശിക്ഷയൊക്കെ ചിലപ്പോൾ ഒരുപാട് വർഷങ്ങളൊക്കെ ഇവർ എന്ത് കൊടുക്കും. ഈ അടുത്തല്ല, കുറച്ച് മുന്നേ ഒരു പൂജാരി ഒരു കുട്ടീനെ പീഡിപ്പിച്ചിട്ട് അയാൾക്ക് വയസ്സ് തന്നെ, അയാൾക്ക് 19 വയസ്സൊക്കെ ഉണ്ട്. എന്നിട്ട് അയാൾക്ക് പിന്നെയും 100 വർഷമൊക്കെ കഠിന തടവൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അയാൾ എന്തായാലും ജയിലിൽ കിടന്ന് മരിക്കാനായിരിക്കും അയാളെ വിധി. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുന്ന കേസും ഉണ്ട്. അപ്പോൾ എന്താണ് ഈ പോക്സോ എന്ന് വെച്ചാൽ കുട്ടികളെയൊക്കെ ചെയ്താൽ ഒരുപാട് അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ഇതാക്കില്ല കോടതി. പക്ഷേ എന്നാൽ ഇതിലും എന്തുണ്ട്, എക്സെപ്ഷണൽ കേസ് ഒരുപാടുണ്ട്. അപ്പം പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിക്ക് ഈ നിയമം കഠിന ശിക്ഷയാണ് വ്യവസ്ഥ ചെയ്യുന്നത്. അപ്പോൾ ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പോക്സോ നിയമത്തിലെ വകുപ്പ് എന്ന് പറയുന്നത് 12-ാമത്തെ വകുപ്പാണ്. ഇത് ഒരുപാട് വകുപ്പുകളും ഒക്കെ വരുന്നതാണ്, ഒരുപാട് കൺഫ്യൂഷൻ വരും. ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക കേട്ടോ. 12-ാം വകുപ്പ്, അതിൽ അവരുടെ ശിക്ഷ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 3 വർഷം വരെ ആയിരിക്കും, അത് ലഘു ആയിട്ടുള്ള ശിക്ഷ. പിന്നെ ഇവർക്ക് എന്തുണ്ടാവും, കഠിന തടവും പിഴയും ഒക്കെ ഉണ്ടാവും. അപ്പം എന്താണ്, പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിക്ക് കഠിന ശിക്ഷയാണ് വ്യവസ്ഥ ചെയ്യുന്നത്. പിന്നെ എന്താണ്, ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പോക്സോ നിയമത്തിലെ വകുപ്പ് എന്ന് പറയുന്നത് എന്താണ്, 12 ആണ്. 12 നിങ്ങൾ ഓർത്ത് വെച്ചാൽ എന്താണ്, കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ 18 വയസ്സിൽ താഴെയല്ലേ കുട്ടികൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ 12 എങ്ങനെയാണ് 18 വയസ്സിൽ താഴെയല്ലേ വരുന്നത്, അതൊന്നും ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഇവരുടെ ശിക്ഷ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 3 വർഷം വരെ ആകാവുന്ന ലഘു ശിക്ഷയായിരിക്കും, അതല്ലെങ്കിൽ കഠിന തടവും പിഴയുമായിരിക്കും. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? ഞാനിങ്ങനെ പറഞ്ഞങ്ങ് പോയി, കാരണം ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ ആണോ? ഇതാ ഓരോരുത്തരതാ ലെഫ്റ്റ് അടിച്ച് പോകുന്ന, എന്താണ് പ്രശ്നം? നിങ്ങളുടെ ക്ലാസ് ഒന്നും വേണ്ടേ ആർക്കും? പ്രസന്റ് ഇട്ട് പറ്റിച്ച് പോവുക അല്ലേ? എനിക്കിപ്പോഴാണ് മനസ്സിലായത്. പ്രസന്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, ലെഫ്റ്റ് അടിച്ചങ്ങ് പോവാലോ എന്നാ? ആണോ? ഓക്കെ ആണോ? ക്ലാസ് ഓക്കെ ആണോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇതിൽ പ്രത്യേകിച്ച് പറയാൻ കഥകളൊന്നും ഇല്ല, അതാണ് ഞാൻ പിന്നെ കഥകളൊന്നും പറയാത്തത്. ഓക്കെ. പ്രസന്റ് ഇടാൻ വേണ്ടിയിട്ട് മാത്രം ആരും നമ്മുടെ മീറ്റിൽ വരല്ലേ. വരുവാണെങ്കിൽ 9:30-ക്ക് 8:55-ന് വന്നാൽ 10:30 വരെ ഇരിക്കാൻ പാകത്തിന് വരണം. സഹന ശക്തി സഹിച്ച് വരണം. ഇല്ലെങ്കിൽ നമുക്ക് PSC കിട്ടണ്ടേ, നേടണ്ടേ? അപ്പം നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? പോക്സോ ആയിട്ട് നിലവിൽ വന്ന വർഷം
വർഷം മാസം ദിവസം പറഞ്ഞേ ടൈപ്പ് ചെയ്ത്. അതെ, നവംബർ 14 എന്നുള്ള ആരോട് മറന്നു പോയത് ശിശുദിനാണ്, കുട്ടികളുടെ ദിവസമാണ്. പിന്നെ 2012 എന്നുള്ളതും ഒന്നിങ്ങനെ ഓർത്താൽ മതി. നമ്മുടെ 18 വയസ്സിൽ താഴെയുള്ളത് എന്നൊന്ന് ഓർത്താൽ മതി. പിന്നെ നമ്മൾ പറയേണ്ടത് ലൈംഗിക അതിക്രമണ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോക്സോ നിയമത്തിൽ ഏത് വകുപ്പ് പ്രകാരമാണ്? അല്ല, അവിടെയാണ് നമുക്ക് തെറ്റ് പറ്റുന്നത്. ലൈംഗിക അതിക്രമണ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോക്സോ നിയമത്തിലെ 19-ാം വകുപ്പ് പ്രകാരമാണ് കേട്ടോ. യെസ്. ഇനി കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ ഏത് വകുപ്പ് പ്രകാരമാണ്? ഈ പോക്സോ നിരീക്ഷണ സംവിധാനം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അത് കൊണ്ടുവന്നതാണ് 44-ാം വകുപ്പ് കേട്ടോ. ഇനി ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പോക്സോ നിയമത്തിലെ വകുപ്പ് ഏതായിരുന്നു? എന്താ കുഞ്ഞ, അമ്മ ക്ലാസ് എടുക്കല്ലേ, അമ്മ വരട്ടാ. കുഞ്ഞ അച്ഛൻ്റെ അടുത്ത് കിടന്നോ, വാല് തുറക്കാൻ പറ്റൂല, ഇവിടെ പോലീസ് ഉണ്ട്. അച്ഛൻ്റെ അടുത്ത് കിടന്നോ, അമ്മ വരട്ടാ. അമ്മ ഇപ്പൊ വരൂ. പന്ത്രണ്ടാം വകുപ്പ് അല്ലേ? പിന്നെ ശിക്ഷ ഓർമ്മ ഉണ്ടല്ലോ, 3 വർഷം വരെ ആകാവുന്ന ലഘു ആയിട്ടുള്ള ശിക്ഷ ഉണ്ട്, അതുപോലെ തന്നെ കഠിന തടവും പിഴയും ഉണ്ട്. ഓക്കെ അല്ലേ? 12-44 വകുപ്പ് എന്ന് പറയുന്നത് 12-ാം വകുപ്പ് ആലോചിച്ചാൽ മതി. 44-ാം വകുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പോക്സോ നിരീക്ഷണ സംവിധാനം കൊണ്ടുവന്നതാണ്. മനസ്സിൽ പറഞ്ഞ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടോ, പോക്സോ നിരീക്ഷണ സംവിധാനം. അത് കൊണ്ടുവന്നതാരാ? നമ്മുടെ കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. അതായത് ഈ കമ്മീഷൻ, അതായത് കുട്ടികളുടെ ബാലാവകാശ കമ്മീഷൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു പോക്സോ നിരീക്ഷണ സംവിധാനം, അത് കൊണ്ടുവന്ന വകുപ്പിനെയാണ് നമ്മൾ 44-ാം വകുപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. നമ്മുടെ PSCയിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്ത് പഠിച്ചാൽ മതി? പോക്സോ നിരീക്ഷണ സംവിധാനത്തിൻ്റെ വകുപ്പ്. അത് കൊണ്ടുവന്നത് ആരാണ്? സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനാണ്. അപ്പോൾ സംസ്ഥാന ബാലാവകാശ നിരീക്ഷണ കമ്മീഷൻ കൊണ്ടുവന്നിട്ടുള്ള പോക്സോ നിരീക്ഷണ സംവിധാനം കൊണ്ടുവന്ന വകുപ്പ് എന്ന് പറയുന്നതാണ് 44. ഓക്കെ ആണോ? പോക്സോ നിരീക്ഷണ സംവിധാനം കൊണ്ടുവന്ന വകുപ്പാണ് 44. ഇനി 19 എന്ന് പറഞ്ഞിട്ടൊരു വകുപ്പ് നമുക്കുണ്ട്. അതെന്താന്ന് വെച്ചാൽ ലൈംഗികാതിക്രമണ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്. ഇപ്പം നമുക്കിപ്പോൾ ലൈംഗികാതിക്രമണം, നമുക്കോ ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിത് കേസായിട്ട് പോകുന്ന സമയത്ത് അവിടുത്തെ ഈ നമ്മുടെ പോലീസ്, അവിടെയുള്ള ആളുകൾക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഏത് വകുപ്പ്, ഇപ്പം അവർ ചോദിക്കില്ലേ നിങ്ങൾ ഏത് വകുപ്പ് പ്രകാരം, അപ്പം നമ്മളല്ല എന്താ IPC സെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പറയില്ലേ, ബ്ലാ ബ്ലാ എന്ന് പറഞ്ഞ് പറയില്ലേ, അതേപോലുള്ളൊരു വകുപ്പാണിത്. 19 വകുപ്പ് 19. ഈ 19-ാം വകുപ്പ് പ്രകാരമാണ് അവരെന്ത് ചെയ്യുന്നത്? കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമണ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പോൾ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമണ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ വകുപ്പാണ് 19. അതെന്തോ ആലോചിച്ചാൽ മതി. 18 വയസ്സിൽ താഴെയുള്ള ആളുകളല്ലേ കുട്ടികളായിട്ട് പരിഗണിക്കുന്നത്. ഒരു വർഷം ഇതും കൂടി ഞാൻ കൂട്ടിക്കോ, അതിൽ എക്സ്ട്രാ ഒന്ന് കൂട്ടിക്കോ, അപ്പോൾ 19. അപ്പോൾ 19-ാം വകുപ്പാണ് ലൈംഗിക അതിക്രമണ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 44 എന്ന് പറയുന്നത് എന്താണ്? ഒരു പോക്സോ നിരീക്ഷണ സംവിധാനം കൊണ്ടുവന്ന വകുപ്പാണ്. ഇനി 12 എന്ന് വെച്ചാൽ അവർക്ക് ശിക്ഷ കിട്ടണ്ടേ? അവർ മറ്റേ നിരീക്ഷണ സംവിധാനം കൊണ്ടുവന്നത് കൊണ്ടോ റിപ്പോർട്ട് ചെയ്തതുകൊണ്ടോ കാര്യമില്ല. ആളുകൾക്ക് എന്ത് കിട്ടണം? കുറ്റം ചെയ്ത ആളുകൾക്ക് ശിക്ഷ കിട്ടണം. ആ ശിക്ഷയെക്കുറിച്ച് പറയുന്ന നിയമത്തിലെ വകുപ്പാണ് ഇത് 12. ഓക്കെ ആണോ? കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ ആണോ? ശിക്ഷ 12. മറ്റേതെന്താണ്? ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഫസ്റ്റ് ഒരു കേസുമായിട്ട് അവിടേക്ക് പോവുകയാണ്, സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ 19-ാം വകുപ്പ് പ്രകാരമാണ് അവർ കേസ് എടുക്കുക.
19-ാം വകുപ്പ് പ്രകാരമാണ് കേസ് റിപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് അവരെന്ത് ചെയ്യും? 44-ാം വകുപ്പ് പ്രകാരം ഞാൻ ഇങ്ങനെ പറയുവാണേ, നിങ്ങൾക്കൊരു കഥ പോലെ പറഞ്ഞു തരാം, അത് നിങ്ങൾ ആ ഓർഡറിൽ അങ്ങ് പഠിച്ചാൽ മതി. 44-ാം വകുപ്പ് പ്രകാരം അവരെന്ത് ചെയ്യും? ഒരു പോക്സോ നിരീക്ഷണ സംവിധാനമുണ്ട്. അതാരാ രൂപീകരിക്കുക? നമ്മുടെ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. പിന്നെ അവരെന്ത് ചെയ്യും? 12-ാം വകുപ്പ് പ്രകാരം ആ പീഡനത്തിനെതിരെയുള്ള ശിക്ഷ വിധിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ആ, ഓക്കെ. അപ്പം ഞാൻ ഇന്ന് തന്നെ രണ്ടും ഗ്രൂപ്പിലിടാം. ഇപ്പം തന്നെ അത് വായിക്കുക, നോട്ട് എഴുതി അങ്ങ് എടുത്തോളൂ കേട്ടോ. അതായിരിക്കും നന്നാവുക. നോട്ട് എഴുതി എടുക്കുന്നതായിരിക്കും ബെറ്റർ. നോട്ട് എഴുതിയിട്ട് സാർക്ക് അയച്ചു കൊടുക്കുമോ എനിക്ക് അയച്ചു തരുമോ, എന്ത് വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല. കാരണം നിങ്ങൾ നോട്ട് എഴുതി വെക്കുന്ന, നമ്മൾ PSC പഠിക്കുന്ന സമയത്ത് നമ്മൾ നോട്ട് എഴുതി വെക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പം അങ്ങനെയും നമ്മുടെ തലയിലേക്ക് ആ സാധനം കയറും. അപ്പം അത് പറഞ്ഞു അല്ലേ. ഇനി അടുത്തത്, ഈ പോക്സോ നമ്മൾ ഭേദഗതി ചെയ്തിട്ടുണ്ട്, അതായത് മാറ്റം വരുത്തിയതാണ് പറയുന്നത്. അപ്പോൾ ഈ പോക്സോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോക്സോ നിയമം നിലവിൽ വന്നത് 2012. ഈ പോക്സോ ഭേദഗതി ചെയ്തിട്ട് 2019 ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പോക്സോ ആക്ട് 2012, അതുപോലെ തന്നെ പോക്സോ ഭേദഗതി നിയമം 2019, അങ്ങനെയാ പറയാ, ഇയറും കൂടി കൂട്ടിയാ പറയാ. അപ്പോൾ ഈ പോക്സോ ഭേദഗതി നിയമം രാജ്യസഭ പാസ്സാക്കിയത് എപ്പോഴാ? ജൂലൈ 24, 2019. 2019 ജൂലൈ 24-നാണ് പോക്സോ ഭേദഗതി നിയമം രാജ്യസഭ പാസ്സാക്കിയത്. ഓക്കെ ആണോ? ഇനി ഈ പോക്സോ ഭേദഗതി നിയമം 2019 ലോക്സഭ പാസ്സാക്കിയത് ഓഗസ്റ്റ് 1-നാണ്. 2019 ഓഗസ്റ്റ് 1-ന്. പ്രസിഡന്റ് ഒപ്പുവെച്ചത് എപ്പോഴാ? ഓഗസ്റ്റ് 5-ന്, 4 ദിവസം കഴിഞ്ഞിട്ട്. ഇനി ഭേദഗതി നിയമം നിലവിൽ വരുന്നത് എപ്പോഴാ? ഓഗസ്റ്റ് 6-ന്. അതായത് പ്രസിഡന്റ് ഒപ്പുവെച്ചിട്ട് അടുത്ത ദിവസം തന്നെ എന്ത് ചെയ്തു? നിലവിൽ വന്നു. അപ്പം ജൂലൈ 24-ന് എന്ത് ചെയ്തു? രാജ്യസഭ പാസ്സാക്കി. അത് കഴിഞ്ഞ് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പം ഓഗസ്റ്റ് 1-ന് ലോകസഭ പാസ്സാക്കി. അത് കഴിഞ്ഞിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞപ്പം പ്രസിഡന്റ് ഒപ്പുവെച്ചു. അത് കഴിഞ്ഞൊരു ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പോക്സോ ഭേദഗതി നിയമം നിലവിൽ വന്നു. ഓക്കെ ആണോ? ഞാൻ ഇത് ഇട്ടുതരാം, PPT ഇട്ടുതരാം. അതെന്താ ഭേദഗതി വരുത്തിയെന്നുള്ളത് നമ്മുടെ SCERT ടെക്സ്റ്റ് പറയുന്നില്ല. അത് ഒന്നാമത് നമ്മുടെ ചെറിയ 7-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ ഇതായതുകൊണ്ടായിരിക്കും. ഞാൻ വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിലെങ്ങാൻ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ചെറിയ മക്കളെ അവർക്ക് ഇത്രയും വൈഡായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇത്രയേ പറയുന്നുള്ളൂ. ഭേദഗതി ചെയ്ത കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഇതിൻ്റെ അകത്ത്. അടുത്തത്, അപ്പം നമ്മൾ ഇത് കഴിഞ്ഞു കേട്ടോ. പോക്സോ ആക്ട് കഴിഞ്ഞു. പോക്സോ ആക്ട് ഓക്കെ ആണോ? പോക്സോ ആക്ട് 2012 പിന്നെ എന്തൊക്കെയാണ് നിലവിൽ വന്നത്? നവംബർ 14 കുട്ടികളുടെ ദിവസം. പിന്നെ വകുപ്പുകൾ 19 കേസ് റിപ്പോർട്ട് ചെയ്യാനുള്ള വകുപ്പ്, 44 ഈ നിരീക്ഷണ സെല്ല് കൊണ്ടുവന്ന വകുപ്പ്, 12 ലൈംഗിക പീഡനത്തിലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഭേദഗതി ചെയ്തത് 2019. അത് ഓർഡറിൽ പഠിച്ചോളാം. 24-നാണ് രാജ്യസഭയിൽ പാസ്സാക്കിയത്. ഒരാഴ്ച കഴിഞ്ഞ് ഓഗസ്റ്റ് 1-ന് ലോക്സഭ പാസ്സാക്കി. 4 ദിവസം കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? യെസ്, 19, 44, 12. അതെന്തിനാന്നും കൂടി ഒന്ന് ഓർത്ത് വെക്കണേ. 4 ദിവസം കഴിഞ്ഞപ്പോൾ ഓഗസ്റ്റ് 5-ന് പ്രസിഡന്റ് ഒപ്പുവെച്ചു. ഒരു ദിവസം കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? ഓഗസ്റ്റ് 6-ന് പോക്സോ ഭേദഗതി നിയമം നിലവിൽ വന്നു. ഓക്കെ ആണേ? ഓക്കെ അല്ലേ? എല്ലാവരും ഉറങ്ങിയോ? ഓക്കെ. അപ്പം ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഭരണഘടനാ ഭേദഗതികൾ. അപ്പം നമ്മുടെ ഭരണഘടനയിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തി. അപ്പം ഇവിടെ തന്നെ പറയുന്നുണ്ട്. കാരണം എന്താണ്? നമ്മൾ ഭരണഘടന 1946-ൽ നിലവിൽ വന്നൊരു സംഭവമാണ് നമ്മുടെ ഭരണഘടന. അപ്പം നമ്മളിങ്ങനെ ഓരോരോ കൊല്ലം കൂടുന്തോറും നമ്മുടെ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുക.
അല്ലേ? നമ്മൾ പണ്ട് ജീവിച്ചിരുന്ന കാലത്തുള്ള പോലെയാണോ ഇപ്പോഴത്തെ തലമുറ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ? അപ്പോൾ അതോടൊപ്പം എല്ലാവരും എന്ത് ചെയ്യണം? നാടോടുമ്പം എങ്ങോട്ടോടണം? നടുവേ ഓടണം അല്ലേ? അപ്പോൾ ഓടി 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 എവിടെയും വീഴാതിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ഭരണഘടന എന്ത് ചെയ്യാണ്? നാടോടുമ്പം നടുവേ ഓടുകയാണ്. അപ്പോൾ 1946 നിലവിൽ വന്ന ഭരണഘടന മാറുന്ന സാമൂഹിക മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് എന്ത് ചെയ്തു? ഭരണഘടനയിൽ മാറ്റങ്ങളൊക്കെ വരുത്താൻ തീരുമാനിച്ചു. അപ്പം അങ്ങനെ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭരണഘടന ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അവരൊരു ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഭരണഘടനയുടെ ഒരു അടിസ്ഥാന ഘടന ഉണ്ടല്ലോ ഭരണഘടനയ്ക്ക്, അതിൽ എന്ത് ചെയ്യാൻ പാടില്ല? മാറ്റങ്ങൾ വരുത്താൻ പാടില്ല. അതിൽ തൊട്ട് കളി വേണ്ട. അപ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന തൊട്ടുള്ള കളിയൊന്നും വേണ്ട, അല്ലാതെ നിങ്ങൾ എന്ത് വേണമെങ്കിലും മാറ്റിക്കോ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അതായത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഏതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചതാണ്. ആ സുപ്രീം കോടതി വിധിച്ച കേസ് കേട്ടോ, സുപ്രീം കോടതി വിധിച്ച കേസ് പറയുന്ന പേരാണ് കേശവഭാരതി വേഴ്സസ് കേരള സർക്കാർ. കേശവഭാരതി വേഴ്സസ് കേരള സർക്കാർ 1973 കേസാണ് കേശവഭാരതി വേഴ്സസ് കേരള സർക്കാർ. അതായത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ല. ഭരണഘടനയുടെ ഘടനയൊന്നും നിങ്ങൾ തൊട്ട് കളി വേണ്ട. ഉള്ളിലുള്ള കണ്ടന്റിൽ നിങ്ങൾ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ വരുത്തണമെങ്കിൽ വരുത്തിക്കോ, അതാണ് ഉദ്ദേശം. ഇനി ഭരണഘടന ഭേദഗതി ചെയ്യുന്ന നടപടിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് അനുച്ഛേദം 368, അതായത് ഭാഗം 20 അല്ലേ? അനുച്ഛേദം 368 ഭരണഘടനാ ഭേദഗതി ചെയ്യുന്ന നടപടിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. അപ്പം ഭരണഘടനാ ഭേദഗതികൾ എന്ന് പറഞ്ഞാൽ എന്താ? ഭരണഘടനാ ഭേദഗതി എന്ന് വെച്ചാൽ എന്താണോ ഭരണഘടനാ ഭേദഗതി എന്ന് വെച്ചാൽ? ഭരണഘടനാ ഭേദഗതി എന്ന് വെച്ചാൽ എവിടെ പോയി? എല്ലാവരും ഉറങ്ങിയോ? ഈ ലൈവും തുറന്നു വെച്ചിട്ട് കിടന്നുറങ്ങുക എല്ലാവരും? ആരുടെ ഒരു അനക്കവും ഇല്ല. യെസ്, ഭരണഘടനയിൽ വരുത്തിയ മാറ്റങ്ങളാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് അല്ലേ? കാലഘട്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യുക? ഭരണഘടനയിലും വരുത്തുന്ന മാറ്റങ്ങൾ ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇവരെന്താ ചെയ്തത്? ഭരണഘടനാ ഭേദഗതി എന്ന് പറയുമ്പോൾ എന്താ? ഇപ്പൊ കഴിയും. അപ്പോൾ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുമ്പോൾ അവരെന്താ പറഞ്ഞേക്കുന്നത്? ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിലൊന്നും മാറ്റം വരുത്താൻ പാടില്ല, അല്ലാതെ കണ്ടന്റിലൊക്കെ മാറ്റം വരുത്താമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ്. ഏതാ കേസിന്റെ പേരെന്താടോ പറഞ്ഞേ? എന്താ? കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സർക്കാർ. ഓക്കെ, 1973 ഈ ഒരു കേസ് നടന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരമുള്ളത് ആർക്കാണ്? ഇത് 2 പ്രാവശ്യം വന്നു കേട്ടോ, സോറിയേ. ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരമുള്ളത് പാർലമെന്റിനാണ്. പാർലമെന്റിനാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ത്? നമ്മുടെ അംബേദ്കർ എന്ത് ചെയ്തിട്ടുണ്ട്? 60ഓളം രാജ്യങ്ങളിലുള്ള ഭരണഘടനയൊക്കെ അരച്ച് കലക്കി കുടിച്ചിട്ടാണ് നമുക്ക് ഇത്രയും വലിയ ഭരണഘടനയൊക്കെ ഉണ്ടാക്കി തന്നത്. അപ്പോൾ ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം ഏതാ? ദക്ഷിണാഫ്രിക്കയാണ് കേട്ടോ. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം
ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയാണ്. അപ്പോൾ ഭരണഘടന ആദ്യമായിട്ട് ഭേദഗതി ചെയ്തിരിക്കുന്നത് 1951 ഭരണഘടന ആദ്യമായിട്ട് ഭേദഗതി ചെയ്തത് 1951 ഇനി ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഒരൊറ്റ തവണ. ഓക്കെ, ഭരണഘടനയുടെ ആമുഖം ഒരൊറ്റ തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഇതുവരെ, അതായത് 2000, ഇതിപ്പോൾ നമ്മുടെ ഈ പാഠം, ഈ ഒരു ടെക്സ്റ്റ് 2024 അപ്ഡേറ്റ് ചെയ്തത്. അപ്പം അതുവരെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് 2024 ജൂലൈ വരെ 106 തവണയാണ് ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുള്ളത്. 2024 ജൂലൈ വരെ, അതാണ് അവർ ടെക്സ്റ്റ് അപ്ഡേറ്റ് ചെയ്തത് അപ്പോൾ വരെയാണ് കേട്ടോ. അപ്പോൾ 2024 ജൂലൈയിൽ വരെ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തത് 106 തവണയാണ്. അപ്പോൾ ആമുഖം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് ബെറുബാറി യൂണിയൻ കേസ് 1960. ഇതിൽ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചൊന്നും കേശവഭാരതി വേഴ്സസ് കേരള സർക്കാരും ബെറുബാറി യൂണിയൻ കേസിനെ കുറിച്ചൊന്നും കൂടുതലായിട്ട് അങ്ങോട്ട് എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. അപ്പോൾ ഇത് ചെറിയ ക്ലാസ് അല്ലേ, അതുകൊണ്ടായിരിക്കും അവർ അത്രയ്ക്ക് അങ്ങോട്ട് സ്ട്രെസ് കൊടുത്ത് ജസ്റ്റ് എന്താണെന്ന് മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആമുഖം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ചത് ബെറുബാറി യൂണിയൻ കേസാണ് കേട്ടോ. ഇതുവരെ ഓക്കെ ആണോ മക്കളെ? ഇതുവരെ ഓക്കെ ആണോ? സെറ്റല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞത് കേശവാനന്ദ ഭാരതി ആൻഡ് കേരള സർക്കാർ. പിന്നെ ഈ ഭരണഘടന ഭേദഗതി ചെയ്യുന്ന നടപടിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതായിരുന്നു? അനുച്ഛേദം ഏതായിരുന്നു? 368. പിന്നെ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാ? ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ഭാഗം 20 ആണ് കേട്ടോ. ഭാഗം 20 10 XX റോമൻ നമ്പറാണ്. XX എന്ന് പറഞ്ഞാൽ 10 10 20 അല്ലേ? പാർലമെന്റ്. പിന്നെ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ആ ഒരു ആശയം ഇന്ത്യ കടം കൊണ്ടത് എവിടെ നിന്നാണ്? എന്താ എസ് എ ശരി, സൗത്ത് ആഫ്രിക്ക, ദക്ഷിണാഫ്രിക്ക. ഞാൻ വെച്ച് എന്തായിരിക്കും എസ് എന്ന്. ഇനി ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഫസ്റ്റ് അമെൻമെന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. യെസ്, 1951. വെരി ഗുഡ്. ഇനി എത്ര തവണയാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം? ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് ഉത്തരം വന്നു. ഓക്കെ, ഭരണഘടനയുടെ ആമുഖം ഒരൊറ്റ തവണയെ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ഇനി 2024 ജൂലൈ വരെ എത്ര തവണ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട്? 106. എന്നെ ഒന്നും പറയാൻ പോലും സമ്മതിക്കുന്നില്ല. ഓക്കെ, ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് ഏതാ? അത് നിങ്ങൾ വൈകിട്ടല്ലേ അടിക്കൂ. ബെറുബാറി യൂണിയൻ കേസ് 1960. ഓക്കെ, വെരി ഗുഡ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിപ്പോൾ ബെറുബാറി എന്ന് പറയുന്നത് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ്. എന്നാൽ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് നമ്മുടെ കേശവഭാരതി ആൻഡ് കേരള സർക്കാർ. അപ്പോൾ മറ്റേത് ബെറുബാറി കേസ് എന്ന് പറയുന്നത് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് വിധിച്ച കേസാണ്. എന്നാൽ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് കേശവഭാരതി വേഴ്സസ് കേരള സർക്കാരാണ്. ഓക്കെ ആണോ? ഞാൻ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാൽ കാസർഗോഡ് എടനീർ മഠത്തിന്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി 1973 കേരള സർക്കാരിനെതിരെ നൽകിയ കേസാണ്
ഏത് നമ്മുടെ കേശവ ഭാരതി ആൻഡ് കേരള സർക്കാർ. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ച കേസ്. ഇപ്പൊ കാസർഗോഡ് എടനീർ മഠത്തിന്റെ അധിപതിയായിരുന്നു കേട്ടോ കേശവ ഭാരതി. അപ്പൊ അദ്ദേഹം കൊടുത്ത കേസാണ്. അദ്ദേഹം എന്തിനു കൊടുത്താന്നൊന്നും ഇതിൽ വിശദീകരിച്ച് പറയുന്നൊന്നുമില്ല. അപ്പൊ ഇത് ഓക്കെ അല്ലേ? ബെറുബാറി കേസ് എന്ന് വെച്ചാൽ ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് വിധിച്ച കേസും, കേശവ ഭാരതി വേഴ്സസ് കേരള സർക്കാർ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ കേസും. 2 കേസ് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഇത് നമുക്ക് വൺ വേർഡ് ആയിട്ട്, അതായത് നമ്മുടെ MCQ ടൈപ്പ് ചോദിക്കാം, സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചോളാം, കാസർഗോഡുള്ള എടനീർ മഠത്തിന്റെ അധിപതിയായിരുന്നു നമ്മുടെ കേശവ ആനന്ദ ഭാരതി എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഭേദഗതിയിലേക്കാണ് കേട്ടോ. ഇതുവരെ ഓക്കെ അല്ലേ? നമ്മൾ ജസ്റ്റ് ഭരണഘടനാ ഭേദഗതി ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. ഇതുവരെ സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? എന്തെങ്കിലും ഇനി എക്സ്ട്രാ പറയാനോ? അവിടെ മഴ പെയ്യുന്നുണ്ടോ? ഇവിടെ നല്ല മഴ ഉണ്ടോ? ഇവിടെ തിമിർത്ത് പെയ്യുന്ന മഴയും ഇടിയും ഒക്കെ ഉണ്ട്. മഴ ഇല്ലേ? നിങ്ങളൊക്കെ ഏത് നാട്ടിലാ? കോഴിക്കോട്ടുകാരല്ലേ നിങ്ങളൊന്നും? തൃശ്ശൂരൊക്കെ ഉണ്ടോ? ഓ, മഴ, നല്ല മഴ ഇവിടെ. തൃശ്ശൂരൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, ഞാൻ വിചാരിച്ചു കോഴിക്കോട്ടുകാർ മാത്രമേ ഉള്ളൂ. ആരാ ഇത് വൈകിയ വേളയിൽ ജോയിൻ ചെയ്ത ആള്? ഓ, ഇപ്പൊ നിങ്ങളുടെയൊക്കെ സ്ഥലം എവിടെയാ? തൃശ്ശൂര് മാത്രമേ ഉള്ളൂ? ആ, ഗുരുവായൂരൊക്കെ. അതോ, ഗുരുവായൂരാണല്ലേ. വടകര, ആ, മലപ്പുറം. ഓക്കെ, ഞാൻ വിചാരിച്ചു കോഴിക്കോട്ടുകാർ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളി ക്ലാസ് ആണോ ടീച്ചേഴ്സിന്റെ ഒക്കെ? കണ്ണൂരല്ലേ? ആ, ഓക്കെ. എൻ്റെ പേരറിയോ? ആ, അറിയാല്ലേ. ഞാൻ വിചാരിച്ച അറിയില്ലാന്ന്. ഓക്കെ, അപ്പൊ ഇത് ഓക്കെ അല്ലേ? ഓ, ബാംഗ്ലൂരൊക്കെ ഉള്ളവരുണ്ടോ? ഞാനിവിടെ കോഴിക്കോട്, ജില്ല കോഴിക്കോട്. സ്ഥലം ബാലുശ്ശേരി. എല്ലാരും വാ, നമ്മുടെ ഗ്രേറ്റ് അക്കാദമിയിലേക്ക് വാ. അപ്പൊ നമുക്ക് കാണാം, എല്ലാവർക്കും ഒരു മീറ്റപ്പ് വെച്ചിട്ട് കാണാം. ആ, നമുക്ക് എല്ലാവർക്കും ജോലി കിട്ടിയിട്ട് നമുക്ക് മീറ്റപ്പ് ഒക്കെ വെച്ച് അടിച്ച് പൊളിച്ച് കാണാം. ഓക്കെ, അപ്പം ഞാൻ ഭരണഘടനാ ഭേദഗതി പറയുവാണേ. അപ്പൊ ഒന്നാം ഭേദഗതി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് ഭേദഗതി ചെയ്ത വർഷം എന്ന് പറയുന്നത് 1951 ആണ്. 1951. അപ്പോൾ ആ സമയത്തെ പ്രധാനമന്ത്രി, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ സമയത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. പ്രസിഡന്റ് ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ്. 9ാം പട്ടിക കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് ഒന്നാം ഭേദഗതി. 9ാം പട്ടിക, 9(1) ഓർത്തു വെക്കുക. 9ാം പട്ടിക കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് ഒന്നാം ഭേദഗതി. അടിയന്തരാവസ്ഥ സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഭേദഗതിയാണ്. ഓക്കെ ആണോ? പ്രത്യേകിച്ച് ഒന്നുമില്ല. പ്രധാനമന്ത്രി, പ്രസിഡന്റ്, 9ാം പട്ടിക, പിന്നെ അടിയന്തരാവസ്ഥ, 4 എണ്ണം. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് 9ാം പട്ടിക കൂട്ടിച്ചേർത്തു. അടിയന്തരാവസ്ഥ സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ഇപ്പം എന്തൊക്കെയാ? പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ്, 9ാം പട്ടിക, അടിയന്തരാവസ്ഥ സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യ നിയന്ത്രണം. ഓക്കെ ആണോ? സ്പീഡ് കൂടി പോകുന്നുണ്ടോ? ഓക്കെ.
ഇനി അടുത്ത ഭേദഗതി കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭേദഗതിയാണ് 42-ാം ഭേദഗതി. 1976-ലാണ് 42-ാം ഭേദഗതി വരുന്നത്. ഇവിടുത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് കേട്ടോ. ഇന്ദിരാഗാന്ധിയും ഫക്രുദ്ദീൻ അലി അഹമ്മദുമാണ്. ഇതിന് പറയുന്നൊരു പേരുണ്ട്, അറിയുണ്ടാവും നിങ്ങൾക്ക്. യെസ്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്നാണ് 42-ാം ഭേദഗതി അറിയപ്പെടുന്നത്. ഇതിൽ പ്രധാനമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഭരണഘടനയുടെ ആമുഖത്തിൽ മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് ഏത്? 42-ാം ഭേദഗതി. പിന്നെ അതുപോലെ തന്നെ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം, ശുപാർശയാണ് കേട്ടോ, ഒരു മലയാളം കൂടി പറഞ്ഞുതരാം, ശുപാർശയല്ല ശിപാർശയാണ് കേട്ടോ. PSC എക്സാമിന് ഏതോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ശിപാർശയാണോ ശുപാർശയാണോ എന്ന്. ആണ് കേട്ടോ. അപ്പോൾ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 42-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത്. പ്രധാനമന്ത്രി 42ആയില്ലേ. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്, ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു ആമുഖത്തിൽ. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത്. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്, ചെറുഭരണഘടനയാണ്, മിനി കോൺസ്റ്റിറ്റ്യൂഷനാണ്, ആമുഖത്തിൽ മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത കൂട്ടിച്ചേർത്തു സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. അടുത്തത് 44th അമെൻമെന്റ് ആണ്. ഇവിടെ പ്രസിഡന്റ് ആരാണ്? മൊറാർജി ദേശായി. നീലം സഞ്ജീവ റെഡ്ഡിയാണ് പ്രസിഡന്റ്. പ്രധാനമന്ത്രി മൊറാർജി ദേശായി, പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡി. ഇത് സ്വത്തവകാശത്തെ, അതുവരെ നമ്മുടെ മൗലികാവകാശത്തിലുള്ള ഒരു അവകാശമായിരുന്നു സ്വത്തവകാശം. ആ സ്വത്തവകാശത്തെ എന്ത് ചെയ്തു? മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് എന്ത് ചെയ്തു? നീക്കം ചെയ്ത് കളഞ്ഞു, ഡിലീറ്റ് ചെയ്തു. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. ഈ സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 300A, 31-ാം അനുച്ഛേദം. മുൻപ് 31ആയിരുന്നു, ഇപ്പം നിലവിൽ 300A ആണ് കേട്ടോ. സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിലായിരുന്നു, പക്ഷെ അതെന്ത് ചെയ്തു? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ സ്വത്തവകാശം കിട്ടി അങ്ങനെ ഇപ്പോൾ സൂചിക്കണ്ട. അതുകൊണ്ട് എന്ത് ചെയ്തു? പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. അപ്പം അതെന്തല്ല? മൗലികാവകാശം. മൗലികാവകാശം എന്ന് വെച്ചാൽ എന്താണ്? അടിസ്ഥാന അവകാശത്തിൽ എന്ത് വേണ്ട? സ്വത്തവകാശം വേണ്ട. അച്ഛനും അമ്മേനെ നോക്കുന്നവനൊക്കെ മതി സ്വത്ത്, എല്ലാത്തൊന്നും സ്വത്തൊന്നും വേണ്ടാന്ന്. ഓക്കെ. അപ്പൊ സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമാണേത്? 12 അല്ലേ? ഇങ്ങനെ എഴുതിയാൽ എനിക്കും തിരിയൂല. 12ആണ്. മുൻപ് 3ആയിരുന്നു. ഓക്കെ ആണോ? അപ്പൊ 44-ാം ഭേദഗതി മൊറാർജി ദേശായിയാണ്, നീലം സഞ്ജീവ റെഡ്ഡിയാണ് പ്രസിഡന്റ്. സ്വത്തവകാശമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. അതെ, സ്വത്തവകാശമാണ് പ്രധാനപ്പെട്ട വിഷയം. എന്ത് വേണ്ട? സ്വത്തവകാശം മൗലികാവസ്ഥയിൽ വേണ്ട. അച്ഛനെ അമ്മനെ നോക്കുന്നവന് മതി സ്വത്തൊക്കെ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് അച്ഛനമ്മനെ നോക്കാൻ നമുക്ക് എന്തിനാ സ്വത്ത്? ഇല്ലടോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ സ്വത്തവകാശം എന്ന് പറയുന്നത് എന്താണ്? മൗലിക അവകാശം. അതെ, നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ അച്ഛനും അമ്മ അവർ നമുക്കിപ്പോൾ സ്വത്തുണ്ടായിട്ടാണോ നമ്മളെ നോക്കിയത്? അവരാ നമ്മളെ സ്വത്ത് അല്ലേ? നമ്മളെ സ്വത്ത് പോലെ കണ്ടിട്ട് നമ്മളെ പോറ്റി വളർത്തിയ അച്ഛനമ്മനെ നമുക്ക് നോക്കാൻ നമുക്ക് സ്വത്തിൻ്റെ ആവശ്യം വേണോ? വേണ്ടല്ലോ. അപ്പോൾ ഇത് പിന്നെ വളരെ വൈകിട്ടാന്ന് തോന്നുന്നു ഇവർക്ക് ബോധം ഉദിച്ചത്. അപ്പോൾ അതുകൊണ്ട് അവരെന്താക്കി? സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് അങ്ങോട്ട് നീക്കം ചെയ്തു. അപ്പം മുൻപ് 31-ാം അനുച്ഛേദത്തിൽ നിന്നിരുന്ന സ്വത്തവകാശത്തെ പിന്നീട് 300A മാറ്റി. അപ്പോൾ ഈ സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം മുൻപ് 3-ലായിരുന്നു, ഇപ്പം 12-ലാണ്. ഇപ്പോൾ ഓക്കെ അല്ലേ? ഇതാണ് 44-ാം ഭേദഗതി. അപ്പം 41-ാം ഭേദഗതിയിൽ വരുന്നത് 9-ാം പട്ടിക, പിന്നെ അടിയന്തരാവസ്ഥ. 2-ാം ഭേദഗതിയിൽ ചെറുഭരണഘടന, ആമുഖത്തിൽ മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത,
സൊറൻസിംഗ് കമ്മിറ്റി. 44-ാം ഭേദഗതിയിൽ സ്വത്തവകാശം. ഓക്കെ ആണോ? ഓക്കെ. ഇനി 73-ാം ഇതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. 73-ാം ഭേദഗതി 1992 പ്രസിഡന്റ് PV നരസിംഹറാവു ആണ്. ശങ്കർദയാൽ ശർമ്മയാണ് പ്രസിഡന്റ്. പ്രധാനമന്ത്രി PV നരസിംഹറാവു ആണ്. ശങ്കർദയാൽ ശർമ്മയാണ് പ്രസിഡന്റ്. ഇപ്പൊ പഞ്ചായത്തി രാജിന് ഭരണഘടന സാധുത നൽകിയ ഭേദഗതിയാണ് 73, 73rd അമെൻമെന്റ് കേട്ടോ, പഞ്ചായത്തി രാജ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭേദഗതിയെ പഞ്ചായത്തി രാജ് നിയമം എന്നും അറിയപ്പെടുന്നുണ്ട്. പഞ്ചായത്തി രാജ് നിയമം എന്നും ഈ ഒരു ഭേദഗതി അറിയപ്പെടുന്നുണ്ട്. 11-ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിട്ടുള്ള ഭേദഗതിയാണ് 73-ാം ഭേദഗതി. 9-ാം പട്ടിക കൂട്ടിച്ചേർത്തത് ഏതായിരുന്നു? 9-ാം പട്ടിക കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതായിരുന്നു? യെസ്, 1951 1-ാം ഭേദഗതി. 11-ാം പട്ടിക കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 73rd. ഓക്കെ, അപ്പോൾ ഓക്കെ ആണോ? ഇപ്പൊ 73rd അല്ലേ നമ്മൾ പറഞ്ഞത്? പ്രധാനമന്ത്രി PV നരസിംഹറാവു, പ്രസിഡന്റ് ശങ്കർദയാൽ ശർമ്മ. പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകിയിട്ടുള്ള ഭേദഗതിയാണ് പഞ്ചായത്തി രാജ് നിയമം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 11-ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? 73rd പഞ്ചായത്തി രാജ്. 73rd പഞ്ചായത്തി രാജ്. ഓക്കെ. അടുത്തത് 74th അമെൻമെന്റ് ആണ്. 1992 ആണ്. ഇവിടെയും പ്രസിഡന്റ് ആരാണ്? 73rd അതേ സെയിം ആളുകളാണ്. PV നരസിംഹറാവുവും ശങ്കർദയാൽ ശർമ്മ. ഇവിടെ വരുന്നത് നമ്മുടെ മുനിസിപ്പാലിറ്റി ആക്ട് ആണ്, നഗരപാലിക നിയമം, മുനിസിപ്പാലിറ്റി നിയമം. പിന്നെ 12-ാം പട്ടികയാണ് ഇവിടെ കൂട്ടിച്ചേർത്തത് കേട്ടോ. അപ്പം 9, 11, 12. 10 ഇവിടെ പോയോ എന്തോ? 10 ഇവിടെയൊന്നും ഇല്ലല്ലോ. ഓക്കെ. അപ്പോൾ 74-ാം ഭരണഘടനാ ഭേദഗതിയിലെ പ്രധാനമന്ത്രി PV നരസിംഹറാവു, പ്രസിഡന്റ് ശങ്കർദയാൽ ശർമ്മ. ഇത് നഗരപാലിക നിയമം, മുനിസിപ്പാലിറ്റി നിയമം എന്നറിയപ്പെടുന്ന ഒരു ഭേദഗതിയാണ്. 12-ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഓക്കെ ആണോ? 74 മുനിസിപ്പാലിറ്റി നിയമം, നഗരപാലിക നിയമം, 11-ാം പട്ടിക. ഇനി അടുത്ത ആള് 86-ാം ഭേദഗതി 2002 കേട്ടോ. 2000 എന്ന് കാണുമ്പോൾ നമുക്ക് നമ്മുടെ കാലഘട്ടം പോലെ തോന്നും അല്ലേ? 2002 ഒരു സമാധാനം നമുക്ക്. 1900 എന്ന് കാണുമ്പോൾ ഭയങ്കര പിരിമുറുക്കം. 2000 അങ്ങോട്ട് എത്തിയാൽ ഒരു സമാധാനം. 2000 എത്തിയല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ 86-ാമത്തെ ഭേദഗതി 2002 പ്രധാനമന്ത്രി AB വാജ്പേയി ആണ്. പ്രസിഡന്റ് ആരാണ്? APJ അബ്ദുൽ കലാം. നമ്മുടെ മിസൈൽ മാൻ അല്ലായിരുന്നോ? APJ അബ്ദുൽ കലാം. അപ്പൊ മിസൈൽ വുമൺ ആരാ? മിസൈൽ വുമൺ നോക്കട്ടെ, അറിയോ നോക്കട്ടെ. മിസൈൽ വുമൺ ആരാടോ? അറിയില്ല? ടൈപ്പ് ചെയ്യുവാണോ? മിസൈൽ വുമൺ, അഗ്നിപുത്രി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാ? യെസ്, വെരി ഗുഡ്. ടെസ്സി തോമസ് ആണ് കേട്ടോ. ടെസ്സി തോമസ് ആണ് മിസൈൽ വുമൺ. മിസൈൽ മാൻ നമ്മുടെ APJ അബ്ദുൽ കലാം. യെസ്, ഗുഡ്. നിങ്ങൾ ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടോ, ആൾ ഉഷാറാണ്. നിങ്ങളൊക്കെ സൂപ്പർ കുട്ടികളാണ്. അപ്പം APJ അബ്ദുൽ കലാം ആണ് പ്രസിഡന്റ്, AB വാജ്പേയി ആണ് പ്രധാനമന്ത്രി. ഇനി വിദ്യാഭ്യാസം കണ്ടോ, 86-ാമത്തെ ഭേദഗതിയൊക്കെ എത്തിയപ്പോഴത്തേക്ക് അവരെന്തിലേക്ക് കടന്നു? നമ്മുടെ വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതി അവർ കൂട്ടിച്ചേർത്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം അതുവരെ അവർക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഇതില്ല. അനുച്ഛേദം 21A കൂട്ടിച്ചേർത്തതാണ് വിദ്യാഭ്യാസം മൗലികാവകാശമായിട്ട്. അപ്പം 86-ാം ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന
നിയമമാണ് ഇത്? വിദ്യാഭ്യാസ നിയമം, എഡ്യൂക്കേഷൻ ആക്ട്. അപ്പോൾ 86-ാം ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4-ന് നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ നിയമം. അപ്പോൾ ഇവിടെ എന്താണ് ഇവരെന്താ പറയുന്നത് വെച്ചാൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന നിയമം, അതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. അതായത് 6 മുതൽ 14 വയസ്സ് വരെ കുട്ടിക്ക് സൗജന്യമാണ് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, എല്ലാവരും ഇപ്പം തോന്നിയോ വന്ന് കുത്തിന് പോകാനൊന്നും പറ്റില്ല. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾ നിർബന്ധമായിട്ടും പഠിക്കണം, ഇല്ലെങ്കിൽ തൂക്കിയെടുത്ത് കൊണ്ടുപോയി പഠിപ്പിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 86-ാം ഭേദഗതിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾ നാളെ മുതൽ എവിടെ ഉണ്ടാവണം? സ്കൂളുണ്ടാവണം. അപ്പോൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? തീവ്ര യജ്ഞ. ഇവിടെ ഉണ്ടോ കുട്ടികൾ ഒരെയൊക്കെ തൂക്കിയെടുത്ത് എങ്ങോട്ട് ഇടാൻ തുടങ്ങി? സ്കൂളിൽ കൊണ്ടുവച്ചിടാൻ തുടങ്ങി. പഠിക്കാൻ താല്പര്യമില്ലാത്തവരൊക്കെ ആയിരിക്കും, എന്നാലും വേണ്ടില്ല. പ്രാഥമിക വിദ്യാഭ്യാസം 6 മുതൽ 14 വരെ നിർബന്ധമാക്കി. അപ്പോൾ 86-ാമത്തെ ഭേദഗതി പ്രധാനമന്ത്രി A.B. വാജ്പേയി, പ്രസിഡന്റ് APJ അബ്ദുൽ കലാം വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി. 2009 ഓഗസ്റ്റ് 4-ന് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമാണ്, അതുപോലെ തന്നെ എന്താണ്? നിർബന്ധിതം, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? എൻ്റെ കഥ കേട്ട് ഉറങ്ങിയോ? ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഓക്കെ. ഇനി അടുത്തത് ഇതിൻ്റെ ബാക്കി തന്നെയാണ്. ബാക്കിയല്ല, അതൊന്ന് എന്താ പറയുക, നിങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ അറിവിലേക്കായിട്ട്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ രൂപം കൊണ്ട സ്ഥാപനം ദേശീയ ബാലാവകാശ കമ്മീഷനാണ്. 2 സ്ഥാപനമൊക്കെ വന്നു, ക്ഷമിക്കണേ, തിരക്കിട്ട് ടൈപ്പ് ചെയ്തിട്ട് പറ്റിയതാ. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ രൂപം കൊണ്ട സ്ഥാപനം ദേശീയ ബാലാവകാശ കമ്മീഷൻ. ഇനി സംസ്ഥാന തലത്തിലാണെങ്കിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. ഇനി മലാല യൂസഫ്സായിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം 2014 ലഭിച്ചിട്ടുള്ള കൈലാസ് സത്യാർത്ഥി ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംഘടനയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. ആരാണ്? നമ്മുടെ മലാല യൂസഫ്സായിനെ അറിയില്ലേ? അവരുടെ കൂടെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം 2014 ലഭിച്ചിട്ടുള്ള ഒരാളാണ് കൈലാഷ് സത്യാർത്ഥി. അദ്ദേഹം ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി രൂപം നൽകിയിട്ടുള്ള സംഘടനയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. ഓക്കെ ആണോ? കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപം കൊണ്ട ദേശീയ തലത്തിൽ രൂപം കൊണ്ട ഇതെന്താ സ്ഥാപനം? ഏതാടോ? ദേശീയ തലത്തിൽ രൂപം കൊണ്ട സ്ഥാപനം ടൈപ്പ് ചെയ്യുവാണോ? അയ്യോ, ആരും ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ, എനിക്ക് ഉറക്കം വരുന്നു. ഓക്കെ, പറയാം. അതായത് കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ദേശീയ തലത്തിൽ ഇന്ത്യ ഒട്ടാകെ ഒരു സ്ഥാപനം രൂപം കൊണ്ടു. ആ സ്ഥാപനത്തിന് പറയുന്ന പേരാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ. കുട്ടികളുടെ അവകാശത്തിന് വേണ്ടി രൂപം കൊണ്ട കമ്മീഷനാണ് ബാലാവകാശ കമ്മീഷൻ. അപ്പോൾ ദേശീയ തലത്തിലാകുമ്പോൾ ദേശീയ ബാലാവകാശ കമ്മീഷൻ, സംസ്ഥാന തലത്തിലാകുമ്പോൾ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. ഓക്കെ ആണോ? അതെ, ദേശീയ തലത്തിൽ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ദേശീയ ബാലാവകാശ കമ്മീഷനും, സംസ്ഥാന തലത്തിലാണെങ്കിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷനും. ഓക്കെ. ഇനി നമ്മുടെ മലാല യൂസഫ്സായി ഉണ്ട്. അവരുടെ കൂടെ തന്നെ 2014 നൊബേൽ സമ്മാനം കിട്ടിയ ഒരാളാണ് ആര്? കൈലാഷ് സത്യാർത്ഥി. ഓർത്തു വെച്ചോ, മലാല യൂസഫ്സായിക്കൊപ്പം നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ള 2014 ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് കൈലാഷ് സത്യാർത്ഥി. അദ്ദേഹം ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി രൂപം നൽകിയ സംഘടനയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. ഓക്കെ ആണോ? ഈ 2 പോയിന്റ് അതിൻ്റെ അകത്തുള്ളൂ. ഓക്കെ ആണോ?
ഒന്ന് മലാല യൂസഫ്സായിൻ്റെ ഒപ്പം 2014 നൊബേൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് കൈലാഷ് സത്യാർത്ഥി, ബച്പൻ ബച്ചാവോ ആന്തോളൻ. മറ്റേത് കുട്ടികളുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി ദേശീയ തലത്തിൽ രൂപം കൊണ്ടത് ദേശീയ ബാലാവകാശ കമ്മീഷൻ, സംസ്ഥാന തലത്തിലാണെങ്കിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. അത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് 111 ഭേദഗതിയാണ് കേട്ടോ. 111. അവിടുത്തെ പ്രധാനമന്ത്രി, അതായത് 111 ഭേദഗതി നടക്കുമ്പോൾ ഉള്ള പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും നരേന്ദ്രമോദിയാണ്. ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ. നരേന്ദ്രമോദിയാണ്. പ്രസിഡന്റ് ആരാണ്? പ്രണബ് കുമാർ മുഖർജി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രസിഡന്റ് പ്രണബ് കുമാർ മുഖർജി. ഇനി GST കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 101 ഭേദഗതി. GST ആണ് ഇമ്പോർട്ടൻറ്റ്. GST കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 101 ഭേദഗതി. GST നിലവിൽ വരുന്ന എപ്പോഴാ? അതും ഇതും തമ്മിൽ കണക്ട് ചെയ്യാം നമുക്ക്. 2017 ജൂലൈ 1. 1/101. 2017 ജൂലൈ 1-നാണ് 101 ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത്. ഇനി GSTയുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത അനുച്ഛേദമാണ് 246A. ഇത് കിട്ടും. 246 ഇരട്ട സംഖ്യ 246A. ഇനി GST കൗൺസിലുമായി ബന്ധപ്പെട്ട GST കൗൺസിലാണെങ്കിൽ 279A, GST ആണെങ്കിൽ 246A. ഓക്കെ ആണോ? ഓക്കെ ആണോ? 101 ഭേദഗതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രണബ് കുമാർ മുഖർജി പ്രസിഡന്റാണ്. GST ആണ് ഇവിടുത്തെ പ്രധാന വിഷയം. GST നിലവിൽ വരുന്നത് 2017 ജൂലൈ 1/101. GSTയുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത അനുച്ഛേദം 246. 246. ഇനി GST കൗൺസിലാണെങ്കിൽ 279. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റും കൂടി ഉണ്ട്, അതുകൂടി പറഞ്ഞാൽ നമ്മൾ സംഭവം ക്ലോസ് ആക്കി. 270 അല്ല, 279 കേട്ടോ. GST കൗൺസിൽ 279 A എന്ന് കൂടിയുണ്ട്. 279A GST കൗൺസിൽ, 246A GST. ഓക്കെ അല്ലേ? അടുത്തത് 206ാമത്തെ ഭേദഗതി. അവിടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. പ്രസിഡന്റ് നമ്മുടെ ആരാണ്? ദ്രൗപദി മുർമു ആണ് കേട്ടോ. പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ്. പ്രധാനമന്ത്രി 2023-ലാണ് കേട്ടോ. 106ാം ഭരണഘടനാ ഭേദഗതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രസിഡന്റ് ദ്രൗപദി മുർമു. ലോക്സഭ, സംസ്ഥാന നിയമസഭകൾ, ഡൽഹി നിയമസഭ എന്നിവിടങ്ങളിൽ വനിതകൾക്ക് സംവരണം കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം, ഫാക്റ്റ്. 33% സീറ്റുകൾ സംവരണം ചെയ്ത ഭേദഗതിയാണ് കേട്ടോ. ലോക്സഭ, സംസ്ഥാന നിയമസഭകൾ, ഡൽഹി നിയമസഭ, ഇവിടെയൊക്കെ വനിതകൾക്ക് 33% എന്ത് കൊടുത്തു? സംവരണം കൊടുത്തു. വനിതകൾക്ക് 33% സീറ്റ് സംവരണം വ്യവസ്ഥ ചെയ്യുന്നതിലൂടെ ഭേദഗതി വരുത്തുന്ന ആർട്ടിക്കിളാണ് 239A. A ഉണ്ട്, ഡബിൾ A ഉണ്ട് കേട്ടോ, 2A ഉണ്ട്. വനിതാ സംവരണ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2023 സെപ്റ്റംബർ 28-നാണ്. അപ്പോൾ 106ാമത്തെ ഭേദഗതിയിലെ ഇമ്പോർട്ടൻ്റ് എന്താണ്? വനിതകൾക്ക് 33% സീറ്റ് സംവരണമാണ്. അപ്പോൾ അതിൻ്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 239A ആണ്. വനിതാ സംവരണ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2023 സെപ്റ്റംബർ 28-നാണ്. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രസിഡന്റ് ദ്രൗപദി മുർമു. ഓക്കെ ആണോ? ഇത്